പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ്സ്. അപ്പോൾ എന്താണ് പോയിൻ്റ് എന്ന് പറയുന്നത്? പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻലെസ് സോളിഡ് ആണ്. അത് ഡയമെൻഷൻ ഇല്ലാതൊരു സോളിഡ്. എക്സാമ്പിൾ ഡസ്റ്റ്. ആ ഡസ്റ്റിന് ഡയമെൻഷനൊന്നുമില്ല, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓബ്ജക്റ്റിനാണ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ പോയിൻ്റിൻ്റെ ഡിഫറെൻറ്റ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് വ്യൂ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും സൈഡ് വ്യൂ. അപ്പോൾ ഫ്രണ്ട് വ്യൂവിന് പറയുന്ന മറ്റൊരു പേരാണ് എലിവേഷൻ. ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ എലിവേഷൻ എന്ന് പറയും. അതുപോലെ പ്ലാൻ ടോപ്പ് വ്യൂവിന്. അപ്പോൾ ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാൻ. സൈഡ് വ്യൂവിന് എൻഡ് വ്യൂ എന്ന് പറയും, പ്രൊഫൈൽ വ്യൂ എന്ന് പറയും. അങ്ങനെ പ്രൊഫൈൽ പ്ലെയിനിലാണ് സൈഡ് വ്യൂ ഇടുന്നത്. അപ്പോൾ ആ പ്രൊഫൈൽ പ്ലെയിനിൽ കിട്ടുന്ന വ്യൂവിനാണ് പ്രൊഫൈൽ വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ എ എന്ന് പറയുന്ന പോയിൻ്റ് കൺസിഡർ ചെയ്യാം. ഇതാണ് എ എന്ന് പറയുന്ന പോയിൻ്റ്. അപ്പോൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ട് നോക്കണം. ഇതാണ് ഫ്രണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നാണ് നോക്കുന്നത്, വെർട്ടിക്കൽ പ്ലെയിന് പെർപെൻഡിക്കുലറാണ്. അങ്ങനെയാണ് വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടുന്ന വ്യൂ ആണ് ഫ്രണ്ട് വ്യൂ അഥവാ എലിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട് വ്യൂ റെപ്രസെൻ്റ് ചെയ്യുന്നത് നെയിമിൻ്റെ കൂടെ സിംഗിൾ പ്രൈം കൊടുക്കും, എ ഡാഷ് എന്ന് കൊടുക്കും. അതുപോലെ ഹൊറിസോണ്ടൽ പ്ലെയിന് പെർപെൻഡിക്കുലർ നോക്കിയാൽ കിട്ടുന്ന വ്യൂവിനാണ് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ടോപ്പ് വ്യൂ ഇവിടെ നോക്കുകയാണ്. അപ്പോൾ ടോപ്പ് വ്യൂ എച്ച് പിയിൽ കിട്ടി. അപ്പോൾ ടോപ്പ് വ്യൂവിന് ജസ്റ്റ് എ എന്ന നെയിം മാത്രം ചെയ്യാം. ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാൻ എന്ന് പറയും. പ്രൊഫൈൽ പ്ലെയിന് പെർപെൻഡിക്കുലർ നോക്കി കിട്ടുന്ന വ്യൂ ആണ് പ്രൊഫൈൽ വ്യൂ അഥവാ സൈഡ് വ്യൂ. ഇവിടെ നിന്നാണ് നോക്കുന്നത്. ഇതാണ് സൈഡ് വ്യൂ. അപ്പോൾ സൈഡിന് എപ്പോഴും ഡബിൾ ഡാഷ് കൊടുക്കുക. ടോപ്പ് വ്യൂ ജസ്റ്റ് നെയിം മാത്രം കൊടുക്കുക. ഫ്രണ്ട് വ്യൂ നെയിമിൻ്റെ കൂടെ സിംഗിൾ ഡാഷ് കൊടുക്കുക. സൈഡ് വ്യൂ നെയിമിലൂടെ ഡബിൾ ഡാഷ് കൊടുക്കുക. ഇങ്ങനെയാണ് ഓരോ വ്യൂവിനും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലൊക്കേഷൻ ഓഫ് പോയിൻറ്റ് ഇൻ 4 ക്വാഡ്രൻറ്റ്സ്. അപ്പോൾ 4 ക്വാഡ്രൻറ്റിലും ഓരോ പോയിൻ്റ് പ്ലേസ് കഴിഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ ലൊക്കേഷൻ പറയുക, അതോ പൊസിഷൻ പറയുക എന്നാണ് പറയാൻ പോകുന്നത്. നേരത്തെ ഓബ്ജക്റ്റ് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓരോ ക്വാഡ്രൻറ്റിലും ആ ഓബ്ജക്റ്റ് വെച്ചാൽ എങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 ക്വാഡ്രൻറ്റ് ഇവിടെ ഇതാണ്. 4 ക്വാഡ്രൻറ്റ്: ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഒരു പോയിൻ്റ് പ്ലേസ് കഴിഞ്ഞാൽ ആ പോയിൻ്റ് പൊസിഷൻ എങ്ങനെയാണ് പറയാൻ നോക്കാം. റെഫറൻസ് പ്ലെയിൻ നോക്കാം. ഇത് വി പി അഥവാ വെർട്ടിക്കൽ പ്ലെയിൻ. അതുപോലെ ഹൊറിസോണ്ടൽ പ്ലെയിൻ, റൈറ്റ് പ്രൊഫൈൽ പ്ലെയിൻ. ഇനി ഇവിടെ ഒരു പ്ലെയിൻ വേണം കൺസിഡർ ചെയ്യാം. നമുക്ക് ലെഫ്റ്റ് പ്രൊഫൈൽ പ്ലെയിൻ കൺസിഡർ ചെയ്യാം. ഇങ്ങനെ കൺസിഡർ ചെയ്യാമെങ്കിൽ ഇത് ലെഫ്റ്റ് പ്രൊഫൈൽ പ്ലെയിൻ LPP. ഇതാണ് പോയിൻ്റ്. ഈ പോയിൻ്റ് എച്ച് പിൻ്റെ മുകളിൽ, അതായത് എബോ എച്ച് പി, ഇൻ ഫ്രണ്ട് ഓഫ് വി പി, ബിഹൈൻഡ് റൈറ്റ് പി പി, അതുപോലെ ലെഫ്റ്റ് പി പിൻ്റെ ഇൻ ഫ്രണ്ട് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിൽ എബോവ് എച്ച് പി in front of VP, in front of left profile plane, behind right profile plane. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഒരു പോയിൻ്റ് വെച്ച് അതിൻ്റെ പൊസിഷൻ ഉണ്ടാവുക. ഈ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ഇതാണ് പോയിൻ്റ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ above HP, behind VP, in front of left profile plane,
ബിഹൈൻഡ് റൈറ്റ് പ്രൊഫൈൽ പ്ലെയിൻ. എബോവ് എച്ച് പി ബിഹൈൻഡ് വി പി in front of left profile plane behind right profile plane. ഇങ്ങനെയാണ് സെക്കൻഡ് ക്വാർട്ടറിലെ പൊസിഷൻ ഉണ്ടാവുക. തേർഡ് ക്വാർട്ടറിൽ ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി, അതുപോലെ തന്നെ ഇൻ ഫ്രണ്ട് ഓഫ് ലെഫ്റ്റ് പ്രൊഫൈൽ പ്ലെയിനും ബിഹൈൻഡ് റൈറ്റ് പ്രൊഫൈൽ പ്ലെയിൻ. തേർഡ് ക്വാർട്ടറിൽ നോക്കാം. എന്നാൽ തേർഡ് ക്വാർട്ടർ ഉണ്ട്. അപ്പോൾ തേർഡ് ക്വാർട്ടറിൽ ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി ഇൻ ഫ്രണ്ട് ഓഫ് ലെഫ്റ്റ് പ്രൊഫൈൽ പ്ലെയിൻ ബിഹൈൻഡ് റൈറ്റ് പ്രൊഫൈൽ പ്ലെയിൻ. തേർഡ് below HP behind VP in front of left profile plane behind right profile plane. ഫോർത്ത് ഇതാണ് ഫോർത്ത് വരുന്നത്. പോയിന്റ് ഇതാണ്. ഇൻ ഫ്രണ്ട് ഓഫ് വി പി below HP in front of left profile plane behind right profile plane. Fourth, below HP in front of VP in front of left profile plane behind right profile plane. ഇങ്ങനെ ഓരോ കോർണറിലും പൊസിഷൻ ഉണ്ടാവുക. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഏത് കോർണറാണ് ഓബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇപ്പോൾ ഇതിനകത്ത് കോർണർ സെലക്ട് ചെയ്തത് ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനിലാണ്. ഇങ്ങനെയാണ് കോർണർ സെലക്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേഷൻ ക്ലോക്ക് ഡയറക്ഷൻ എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിലും ഫോർത്ത് ക്വാർട്ടറിലും എച്ച് പി താഴത്തേക്ക് വരും. അതുപോലെ സെക്കൻഡ് ആൻഡ് തേർഡിലും എച്ച് പി മുകളിലേക്കായിരിക്കും. ഏത് ഡയറക്ഷനിലാണോ കോർണർ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ റൊട്ടേഷൻ എടുക്കാൻ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനിൽ കോർണറിൻ്റെ ക്ലോക്ക് ഡയറക്ഷനിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേഷൻ വേണമെന്നൊന്നുമില്ല, തിരിച്ചും പരിഗണിക്കാം. ഇനി ഓരോ കോർണറിലും പോയിന്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊജക്ഷൻ എങ്ങനെയാണോ കിട്ടുകയെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കോർണറിൽ ഒരു പോയിന്റ് വെച്ചു. ഇതാണ് എച്ച് പി. അതുപോലെ ഇത് വി പി, ഇത് റൈറ്റ് പ്രൊഫൈൽ പ്ലെയിൻ. ഇവിടെ പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, പി എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പി എബോ എച്ച് പി ആണ്. അതുപോലെ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ബിഹൈൻഡ് റൈറ്റ് പ്രൊഫൈൽ പ്ലെയിൻ. അപ്പോൾ പോയിന്റ് ഇത്ര ഡിസ്റ്റൻസ് എബോ എച്ച് പി, അതുപോലെ ഇത്ര ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി, ഇത്ര ഡിസ്റ്റൻസ് ബിഹൈൻഡ് റൈറ്റ് പ്രൊഫൈൽ പ്ലെയിൻ. ഇങ്ങനെയാണ് ഒരു പി എന്ന് പറയുന്ന പോയിന്റ് ഉള്ളത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ക്വാഡ്രന്റ് സെലക്ട് ചെയ്തത് ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനിലാണ്. അങ്ങനെ വരുമ്പം ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേഷൻ ക്ലോക്ക് ഡയറക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ, അത് ക്ലോക്ക് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ റൈറ്റ് പ്രൊഫൈൽ പ്ലെയിൻ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് പ്രൊഫൈൽ പ്ലെയിൻ ലെഫ്റ്റ് സൈഡിലേക്കും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ താഴത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ് പ്രൊഫൈൽ റൈറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. വെർട്ടിക്കൽ പ്ലെയിൻ അവിടെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടുന്നത്
ഫ്രണ്ട് എന്നറിയാം. അതായത് എത്ര ഡിസ്റ്റൻസ് എബോ എച്ച് പി ആണോ അത്ര ഡിസ്റ്റൻസ് എബോ എക്സ് വൈ ആയിട്ട് ഫ്രണ്ട് കിട്ടും. അത് അത്ര ഈ ഡിസ്റ്റൻസ് ആണ് എബോ എച്ച് പി ആയിട്ട് വരുന്നത്. അതുപോലെ എച്ച് പിയിൽ കിട്ടുന്നത് വി പി യിലെ ഡിസ്റ്റൻസ്. അപ്പോൾ ഇത്ര ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. ആ ഡിസ്റ്റൻസാണ് എച്ച് പിയിൽ കിട്ടിയത്. അപ്പോൾ അതുപോലെ സൈഡിൽ കിട്ടുന്നത് എച്ച് പിൻ്റെ ഡിസ്റ്റൻസും ഉണ്ടാവും, വി പിൻ്റെ ഡിസ്റ്റൻസും ഉണ്ടാവും. അതായത് ഈ ഡിസ്റ്റൻസ് എബോ എച്ച് പി ആയിട്ടും ഈ ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് വി പി, ഈ രണ്ട് ഡിസ്റ്റൻസും കൂടിയുള്ളതാണ് സൈഡിൽ കിട്ടുന്ന ഡിസ്റ്റൻസ്. ഇപ്പോൾ റൈറ്റ് പ്രൊഫൈൽ റൈറ്റ് സൈഡിൽ റൊട്ടേറ്റ് ചെയ്ത് വി പിക്ക് സെയിം ലൈനായിട്ടാണ് വരിക. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റിലേക്ക് വരുന്നത് ആ റൈറ്റ് പ്രൊഫൈൽ കിട്ടുന്ന ലെഫ്റ്റ് സൈഡ് ആയിരിക്കും. അതുപോലെ ഹൊറിസോണ്ടൽ പ്ലെയിൻ താഴത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പം വി പിക്ക് താഴെയായിട്ട് എച്ച് പി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എക്സ് വൈൻ്റെ താഴത്തായിട്ട് ടോപ്പ് വ്യൂ ഉണ്ടാവും. ഇതാണ്, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് വി പി, ഇത് എച്ച് പി, ഇത് റൈറ്റ് പ്രൊഫൈൽ. അപ്പോൾ എച്ച് പിയിൽ ഉള്ള ഡിസ്റ്റൻസ് ഫ്രണ്ടിൽ കിട്ടി, അവിടെയാണ് പി ഡാഷ്. വി പിയുടെ ഡിസ്റ്റൻസ് ടോപ്പിൽ കിട്ടി പി. സൈഡ് വ്യൂവിൽ എച്ച് പിന് വി പിയുടെ ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇത് വി പിയുടെ ഡിസ്റ്റൻസ്, ഇത് എച്ച് പിയുടെ ഡിസ്റ്റൻസ്. അങ്ങനെയാണ് ഫ്രണ്ടിലും ടോപ്പിയും സൈഡും ഉണ്ടാവുക. അത് വരച്ചിട്ട് ഇവിടെ കാണിച്ചു തരുന്നത്. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ്. ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡുമാണ്. വരക്കാൻ നേരത്ത് 3 റഫറൻസ് പ്ലെയിനിൻ്റെ കണ്ടീഷൻ ആദ്യം നോക്കണം. എച്ച് പിൻ്റെ കണ്ടീഷൻ നോക്കണം, വി പിൻ്റെ കണ്ടീഷൻ നോക്കണം, അതുപോലെ പ്രൊഫൈൽ പ്ലെയിൻ്റെ കണ്ടീഷൻ നോക്കണം. ഇപ്പോൾ 2 റഫറൻസ് ലൈൻ വരക്കുക. എക്സ് വൈ ഇതാണെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും കോൺസെൻറ്റ് ചെയ്യുന്ന ലൈനാണ്. അതുപോലെ ഇത് വെർട്ടിക്കൽ പ്ലെയിനും പ്രൊഫൈൽ പ്ലെയിനും കോൺസെൻറ്റ് ചെയ്യുന്ന ലൈനാണ്. പോയിന്റ് മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് പ്രൊഫൈൽ പ്ലെയിൻ്റെ കണ്ടീഷൻ തന്നെ നോക്കണം. അപ്പോൾ പ്രൊഫൈൽ പ്ലെയിൻ കണ്ടീഷൻ ബിഹൈൻഡ് റൈറ്റ് പ്രൊഫൈൽ പ്ലെയിൻ ആണെങ്കിൽ ഈ x1 y1 എന്ന് ലെഫ്റ്റിലേക്കാണ് ആ ഡിസ്റ്റൻസ് എടുക്കേണ്ടത്. എത്ര ഡിസ്റ്റൻസ് ആണോ ബിഹൈൻഡ് റൈറ്റ് പ്രൊഫൈൽ പ്ലെയിൻ കിട്ടുന്നത് ആ ഡിസ്റ്റൻസ് ആണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ പോയിന്റിലൂടെ പെർപെൻഡിക്കുലർ ലൈൻ വരക്കാം. അതിലേക്ക് എബോ എച്ച് പി എത്രയാണോ ആ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. അതുപോലെ ഇൻ ഫ്രണ്ട് വി പി എത്രയാണോ ആ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ഈ പോയിൻ്റാണ് ഫ്രണ്ടിൽ കിട്ടുന്നത് പി ഡാഷ്, ഇത് പി ആയിരിക്കും. ഈ സൈഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഫ്രണ്ടിൻ്റെ സെയിം ലൈനിലാണ് സൈഡ് ഉണ്ടാവുക. അപ്പോൾ ബിഹൈൻഡ് റൈറ്റ് പി പി ആയതുകൊണ്ട് എക്സ് വൈ വണ്ണിൽ ലെഫ്റ്റിലേക്ക് ഫ്രണ്ട് വന്നു. അപ്പോൾ ഇതിൻ്റെ റൈറ്റിലായിരിക്കും സൈഡ് ഉണ്ടാവുക, അതായത് ലെഫ്റ്റ് സൈഡ്. ഈ ടോപ്പ് വ്യൂ റഫറൻസ് ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഈ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷനെ പോയിട്ട് ഇതാണ് ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. അതായത് 2 റഫറൻസ് ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ഈ പോയിന്റിനെ പോയിട്ടായിട്ട് കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്തു, നേരെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഈ പോയിന്റ് ആയിരിക്കും സൈഡ്. ഇപ്പോൾ പി ഡബിൾ ഡാഷ്. എബോ എച്ച് പി വരുന്ന ഡിസ്റ്റൻസ് ഫ്രണ്ട് വ്യൂവിലും സൈഡ് വ്യൂവിലും ഉണ്ടാവും. അതുപോലെ വി പി വരുന്ന ഡിസ്റ്റൻസും ടോപ്പ് വ്യൂവിലും സൈഡ് വ്യൂവിലും ഉണ്ടാവും. ഈ ഡിസ്റ്റൻസിനെയാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് ഇങ്ങനെ. ഇനി ഇൻ ഫ്രണ്ട് ഓഫ് ലെഫ്റ്റ് പ്രൊഫൈൽ പ്ലെയിൻ ആണെങ്കിൽ x1 y1 എന്ന് റൈറ്റിലേക്കാണ് അത് പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത്. ഈ പോയിന്റിലൂടെയാണ് റഫറൻസ് ലൈൻ വരച്ചിട്ട് എച്ച് പിൻ്റെയും വി പിൻ്റെയും ഡിസ്റ്റൻസ് എടുക്കേണ്ടത്. ഇവിടെ പി ഡാഷും ഇവിടെ പിയും വരും. അതുപോലെ ഇത് പ്രൊജക്റ്റ് ചെയ്ത് ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്ത് ഈ പോയിന്റ് ഇവിടെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെയാണ് സൈഡ് കിട്ടുക. ഇത് കിട്ടുന്നത് റൈറ്റ് സൈഡ് ആയിരിക്കും. ഈ പോയിന്റ് റൈറ്റ് സൈഡിലാണ് കിട്ടുക. ഇതിങ്ങനെ ഓരോ കോർണറിലും പ്രൊഫൈൽ പ്ലെയിൻ്റെ കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ അതും കൂടി നോക്കിയിട്ട് വേണം പോയിൻ്റ് പ്രൊജക്ഷൻ വരക്കാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് കോർണറിൽ എങ്ങനെയാണ് പോയിൻ്റ് പ്രൊജക്ഷൻ വരക്കാൻ നോക്കുക. ഇങ്ങനെയാണ് സെക്കൻഡ് കോർണർ ഉണ്ടാവുക.
ഇത് വി പി, ഇത് എച്ച് പി, ഇത് പ്രൊഫൈൽ പ്ലെയിൻ. റൈറ്റ് പ്രൊഫൈൽ പ്ലെയിൻ തന്നെ കൊടുക്കാം. ഇതാണ് പോയിന്റ്. എബോ എച്ച് പി, ഡിസ്റ്റൻസ് എബോ എച്ച് പി, വി പിന്ന് ഡിസ്റ്റൻസ് ബിഹൈൻഡ് വി പി, അതുപോലെ ബിഹൈൻഡ് റൈറ്റ് പ്രൊഫൈൽ പ്ലെയിൻ. ഇവിടെ ഒരു പ്രൊഫൈൽ പ്ലെയിൻ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. കൺസിഡർ ചെയ്താൽ ഇത് ഇൻഫ്രോ ലെഫ്റ്റ് പി പി ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് ക്വാർട്ടറിൽ വെർട്ടിക്കൽ പ്ലെയിനും പ്രൊഫൈൽ പ്ലെയിനും ട്രാൻസ്പെറൻ്റ് ആക്കി എടുക്കാം. ഫസ്റ്റ് ക്വാർട്ടറിൽ ഏതൊക്കെ ഡയറക്ഷനാണോ ഫ്രണ്ടും ടോപ്പും സൈഡും നോക്കിയത് അതേ ഡയറക്ഷൻ തന്നെ ഇവിടെ നമുക്ക് ഫ്രണ്ടും ടോപ്പും സൈഡും നോക്കാം. അപ്പോൾ ഫ്രണ്ടും ഈ ഡയറക്ഷൻ നോക്കുന്നു, അത് വി പി പെർപെൻഡിക്കുലർ ഈ ഡയറക്ഷൻ നോക്കുമ്പോൾ വി പിയിൽ ഫ്രണ്ട് കിട്ടും, അതായത് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ വി പിയിൽ ഫ്രണ്ട്, അതാണ് പി ഡാഷ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ടോപ്പ് വ്യൂ ഇവിടെ നോക്കുമ്പം നേരെ എച്ച് പിയിൽ ടോപ്പ് വ്യൂ കിട്ടും, ഇതാണ് ടോപ്പ് വ്യൂ. അതുപോലെ റൈറ്റ് സൈഡ് നോക്കുക, ഇത് ട്രാൻസ്പെറൻ്റ് ആകുമ്പം ഈ റൈറ്റ് പ്രൊഫൈൽ പ്ലെയിനിൽ റൈറ്റ് സൈഡ് കിട്ടും, ഇവിടെയാണ് പി ഡബിൾ ഡാഷ്. അതുപോലെ ഇവിടെ നോക്കുമ്പം ലെഫ്റ്റ് നോക്കുമ്പം ഈ ലെഫ്റ്റ് പ്രൊഫൈൽ പ്ലെയിൻ തന്നെ ലെഫ്റ്റ് സൈഡും കൂടി കിട്ടും. ഇവിടെ സെക്കൻഡ് ക്വാർട്ടറിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക, കാരണം ക്വാഡ്രൻ്റ് ആൻറ്റി ക്ലോക്ക് ഡയറക്ഷൻ എടുത്തു, അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ ക്ലോക്ക് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യാണ്. അങ്ങനെ വരുമ്പം എച്ച് പി മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്, മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ എച്ച് പി റൊട്ടേറ്റ് ചെയ്യുന്നത് നേരെ വി പിയുടെ സെയിം പ്ലെയിനിലേക്ക് വരും. റൈറ്റ് പ്രൊഫൈൽ പ്ലെയിൻ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ റൊട്ടേറ്റ് ചെയ്യണം. എക്സ് വൈൻ്റെ മുകളിലായിട്ട് എച്ച് പി വി പിയും വരികയാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടും ടോപ്പും സെക്കൻഡ് ക്വാർട്ടറിൽ എക്സ് വൈൻ്റെ മുകളിലാണ് ഉണ്ടാവുക. ആ സെയിം അത് വി പിൻ്റെ സെയിം സൈഡിലേക്കാണ് പ്രൊഫൈൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുന്നത്, അതും എക്സ് വൈൻ്റെ മുകളിലാണ് ഉണ്ടാവുക. അപ്പോൾ എക്സ് വൈൻ്റെ മുകളിൽ ഫ്രണ്ടും ടോപ്പും സൈഡും വന്നു സെക്കൻഡ് ക്വാർട്ടറിൽ. എക്സ് വൈൻ്റെ മുകളിലായിട്ടാണ് വി പിയും എച്ച് പിയും വരിക. അപ്പോൾ വി പി എച്ച് പി അത് രണ്ടും എക്സ് വൈൻ്റെ മുകളിൽ വന്നു. റൈറ്റ് പ്രൊഫൈൽ റൈറ്റ് സൈഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വി പിൻ്റെ റൈറ്റ് പ്രൊഫൈൽ പ്ലെയിൻ വരും. അപ്പോൾ വി പിൻ്റെ റൈറ്റിൽ റൈറ്റ് പ്രൊഫൈൽ പ്ലെയിൻ വന്നു. അപ്പോൾ വി പിയിൽ ഫ്രണ്ട് കിട്ടും. ഇത്ര ഡിസ്റ്റൻസ് എബോ എച്ച് പി ആണെങ്കിൽ അത്ര ഡിസ്റ്റൻസ് എബോ എക്സ് ആയിട്ട് ഫ്രണ്ട് വന്നു, അതാണ് പി ഡാഷ്. അതുപോലെ ഇത്ര ഡിസ്റ്റൻസ് ബിഹൈൻഡ് വി പിന്ന് പിറകിലായിട്ട് ആ ഡിസ്റ്റൻസ് ടോപ്പിൽ കിട്ടും, അതാണ് ടോപ്പിൽ പി എന്ന് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൻ്റെ സെയിം ഹൈറ്റിലാണ് സൈഡും ഉണ്ടാവുക. ഈ ഹൈറ്റ് ഫ്രണ്ടിൻ്റെ ഈ സെയിം ഹൈറ്റ് തന്നെയായിരിക്കും സൈഡ് ഉണ്ടാവുക. അപ്പോൾ സൈഡിന് പി ഡബിൾ ഡാഷ്, അത് ഹൈറ്റും കിട്ടി. ഇത് വി പിയിലെ ഡിസ്റ്റൻസ് ആയിരിക്കും, ഇത് വി പിയിലെ ഡിസ്റ്റൻസ്. അപ്പോൾ സൈഡിൽ വി പിയിലെ ഡിസ്റ്റൻസ് ഉണ്ടാവും, പിന്നെ എച്ച് പിയിലെ ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ സൈഡിൽ പി ഡബിൾ ഡാഷ് വരച്ചാണ് കാണിച്ചിരിക്കുന്നത്. പി ഡാഷ് ഫ്രണ്ടിൻ്റെ റൈറ്റിൽ, ഇത് റൈറ്റ് സൈഡ് തന്നെ, ഇത് ടോപ്പ്. വരക്കുന്നത് എക്സ് വൈ, x1 y1, x1 y1 ഫ്രണ്ടും ടോപ്പും സെയിം ലൈനിൽ വരും. ഈ പോയിൻ്റ് പി ഡാഷ് ആണെങ്കിൽ ഇത് പി ആണ്. ഈ സെയിം ലൈനിൽ തന്നെ സൈഡും ഉണ്ടാവും. പി ഇത് ഇവിടത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഈ ഒരു പോയിൻ്റ് അബൌട്ടായിട്ട്, അതായത് ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ അബൌട്ടായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത് നേരെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഈ പോയിൻ്റ് ആയിരിക്കും.
പി ഡബിൾ ഡാഷ്. തേർഡ് ക്വാർട്ടറിലെ പോയിൻ്റ് പ്രൊജക്ഷൻ എങ്ങനെ വരക്കും നോക്കാം. ഇതാണ് തേർഡ് ക്വാർട്ടറിൻ്റെ. അപ്പോൾ തേർഡ് ക്വാർട്ടറിൽ ബിലോ എച്ച് പി, ബിഹൈൻഡ് വി പി, ഇൻ ഫ്രണ്ട് ലെഫ്റ്റ് വി പി, ബിഹൈൻഡ് റൈറ്റ് വി പി. ഇതാണ് എച്ച് പി, ഇത് വി പി, ഇത് ലെഫ്റ്റ് പി പി. ഈ പോയിൻ്റ് പി ബിലോ എച്ച് പി ആണ്, ബിഹൈൻഡ് വി പി ആണ്, ഇൻ ഫ്രണ്ട് ലെഫ്റ്റ് പി പി ആണ്. അപ്പോൾ ടോപ്പ് വ്യൂ ഈ എച്ച് പി ട്രാൻസ്പെറൻ്റ് ആണ്. ട്രാൻസ്പെറൻ്റ് ആകുമ്പം ടോപ്പ് നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ടോപ്പ് വ്യൂ എച്ച് പി തന്നെ കിട്ടും. എച്ച് പി ക്ലോക്ക് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഇത് മുകളിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ വി പി ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ ഫ്രണ്ട് വ്യൂ ഇവിടെ നോക്കുന്നു, ഇവിടെ എയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് വ്യൂ ഇവിടെ വി പിയിൽ കിട്ടും. അതുപോലെ ലെഫ്റ്റ് പ്രൊജക്ട് പ്ലെയിൻ നോക്കുമ്പം ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ലെഫ്റ്റ് പ്രൊജക്ട് പ്ലെയിൻ തന്നെ ലെഫ്റ്റ് സൈഡും കിട്ടും. അതാണ് പി ഡബിൾ ഡാഷ്. ഓരോ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. എച്ച് പി മുകളിലേക്ക് പോവാണ്, അതുപോലെ പ്രൊഫൈൽ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുകയാണ്. വി പിയിൽ പി ഡാഷ് കിട്ടിയിട്ടുണ്ട്. ടോപ്പ് വ്യൂവിൽ അതായത് എച്ച് പിയിൽ ടോപ്പ് വ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പി പ്രൊഫൈൽ പ്ലെയിനിൽ സൈഡ് പി ഡബിൾ ഡാഷ്. വർഷം ഇങ്ങനെയാണ് ഉണ്ടാവുക. എക്സ് വൈന് മുകളിലായിട്ട് വരുന്നത് എച്ച് പി ആണ്. ഇപ്പോൾ എച്ച് പി ഇതാണ് എച്ച് പി. അതുപോലെ എക്സ് താഴത്ത് ഇപ്പോൾ ഇത് വി പി, വി പിൻ്റെ സൈഡിൽ പ്രൊഫൈൽ പ്ലെയിൻ, ഇതാണ് ലെഫ്റ്റ് പ്രൊഫൈൽ പ്ലെയിൻ. എച്ച് പി മുകളിലായതുകൊണ്ട് ടോപ്പ് വ്യൂ എക്സ് വൈൻ്റെ മുകളിലേക്ക് വന്നു, ഇതാണ് ടോപ്പ് വ്യൂ. എക്സ് വൈൻ്റെ താഴത്തേക്ക് ഫ്രണ്ട് വ്യൂ, ഫ്രണ്ടിൻ്റെ സെയിം ലൈനിൽ സൈഡ് വ്യൂ. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റിൽ വരക്കുന്നത് ലെഫ്റ്റ് സൈഡ് തന്നെയാണ്, അതായത് ലെഫ്റ്റ് പ്രൊഫൈൽ പ്ലെയിൻ അടിയുള്ളത്. ഇത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. വരച്ച് നോക്കാം. ഇത് ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, സൈഡ്. എക്സിന് മുകളിൽ ടോപ്പ് വ്യൂ, എക്സിന് താഴത്ത് സൈഡ് വ്യൂ, ഫ്രണ്ട് വ്യൂ വരും. വരക്കുന്നത് എങ്ങനെ നോക്കാം. എക്സ് വൈ, x1 y1. അപ്പോൾ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ സെയിം ലൈനിൽ വരും. ഇത് പി, ഇവിടെ പി ഡാഷ്, ഫ്രണ്ട് വ്യൂവിൻ്റെ സെയിം ലൈനിലാണ് സൈഡ് വ്യൂ ഉണ്ടാവേണ്ടത്. അപ്പോൾ ടോപ്പ് വ്യൂ പ്രൊജക്റ്റ് ചെയ്തു, ടോപ്പ് വ്യൂ ഇവിടത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ ലൈൻ ഓഫിൻ്റെ സെക്ഷൻ അബൌട്ടായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യിക്കുക, അത് നേരെ ഇവിടുത്തെ പ്രൊജക്റ്റ് ചെയ്യുക. ഈ പോയിൻ്റ് ആയിരിക്കും പി ഡബിൾ ഡാഷ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും. ഫോർത്ത് ക്വാർട്ടറിൽ എങ്ങനെയാണ് പ്രൊജക്ഷൻ വരക്കുന്നത് നോക്കാം. അങ്ങനെ ഫോർത്ത് ക്വാർട്ടറിൻ്റെ ബിലോ എച്ച് പി, ഇൻ ഫ്രണ്ട് ഓഫ് വി പി, ഇൻ ഫ്രണ്ട് ഓഫ് ലെഫ്റ്റ് പ്രൊഫൈൽ പ്ലെയിൻ, ബിഹൈൻഡ് റൈറ്റ് പ്രൊഫൈൽ പ്ലെയിൻ. ഫോർത്ത് ക്വാർട്ടറിൽ എച്ച് പി ട്രാൻസ്പെറൻ്റ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ടോപ്പ് വ്യൂ ഇവിടെ നോക്കുക, ടോപ്പ് വ്യൂ നോക്കുമ്പോൾ എച്ച് പിയിലാണ് ടോപ്പ് വ്യൂ കിട്ടുക, അതാണ് പി. അതുപോലെ ഫ്രണ്ട് വ്യൂ ഇവിടെ നോക്കുകയാണ്, അപ്പോൾ നേരെ ഇവിടെ നോക്കുമ്പോൾ വി പിയിൽ ഫ്രണ്ട് വ്യൂ കിട്ടും, ഇതാണ് ഫ്രണ്ട് വ്യൂ. ഇവിടെ ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ റൈറ്റ് പ്രൊഫൈൽ പ്ലെയിനാണ് സൈഡ് കിട്ടുക, അത് പി ഡബിൾ ഡാഷ്. അപ്പോൾ ഫോർത്ത് ക്വാർട്ടറിൽ എച്ച് പി താഴത്തേക്കും റൈറ്റ് പ്രൊഫൈൽ റൈറ്റ് സൈഡിലൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നത്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എച്ച് പി
താഴത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ റൈറ്റ് പ്രൊഫൈൽ റൈറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എച്ച് പി താഴത്തേക്ക് റൊട്ടേറ്റ് ചെയ്ത് എച്ച് പിയും വി പിയും സെയിം പ്ലെയിൻ ആയിട്ട് വരും. അത് രണ്ടും എക്സ് താഴത്തേക്കായിരിക്കും. അതിൻ്റെ റൈറ്റിൽ റൈറ്റ് പ്രൊഫൈൽ പ്ലെയിൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ് വൈൻ്റെ താഴത്തായിട്ട് ഫ്രണ്ടും ടോപ്പും വരും. അതായത് ഇവിടെ എച്ച് പിൻ്റെ താഴെ തന്നെയാണ് ഈ വി പിയും എച്ച് പിയും വരുന്നത്. ഇതിൻ്റെ റൈറ്റിലേക്ക് ഇത് റൈറ്റ് പ്രൊഫൈൽ പ്ലെയിൻ ആണ്. വി പിയിൽ ഫ്രണ്ട് കിട്ടും, അതാണ് പി ഡാഷ്. എച്ച് പിയിൽ ടോപ്പ് കിട്ടുന്നുണ്ട്, പി. ഫ്രണ്ടിൻ്റെ സെയിം ലൈനിൽ പ്രൊഫൈൽ പ്ലെയിനിൽ സൈഡ് കിട്ടും. ഇപ്പോൾ റൈറ്റ് പ്രൊഫൈൽ പ്ലെയിൻ കിട്ടുന്നത് ഫോർത്ത് ക്വാർട്ടറിൽ ലെഫ്റ്റ് സൈഡ് വ്യൂ ആയിരിക്കും. ഇതാണ് ലെഫ്റ്റ് സൈഡ് വ്യൂ. ഇങ്ങനെയാണ് വരച്ചാലുണ്ടാവുക. എക്സിൻ്റെ താഴത്ത് ഫ്രണ്ട് വ്യൂ ടോപ്പിൽ വന്നു. ഈ ഡിസ്റ്റൻസ് ഇത് ബിലോ എച്ച് പി ആയിരിക്കും. ഇതാണെങ്കിൽ ഇൻഫ്രണ്ട് ഓഫ് വി പി ആയിരിക്കും. ഇവിടെ ഇൻഫ്രണ്ട് ഓഫ് വി പിയും ബിലോ എച്ച് പിയിലെ ഡിസ്റ്റൻസ് സൈഡിലും കിട്ടും. വരക്കുന്നത് XY X1 Y1 ഇവിടെ ബിലോ എച്ച് പി ആയിട്ടുള്ള ഡിസ്റ്റൻസും ഇൻഫ്രണ്ട് ഓഫ് വി പിയുടെ ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇത് പി ഡാഷ് ബിലോ എച്ച് പിയുടെ ഡിസ്റ്റൻസ്, ഇത് ഇൻഫ്രണ്ട് ഓഫ് വി പിയുടെ ഡിസ്റ്റൻസ് ടോപ്പ് വ്യൂ പി കിട്ടി. ഈ ഫ്രണ്ടിൻ്റെ സെയിം ലൈനിലാണ് സൈഡ് വ്യൂ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇതും കൂടെ പ്രൊജക്റ്റ് ചെയ്തു. അതുപോലെ ഇത് X1 പ്രൊജക്റ്റ് ചെയ്യുന്നു. ഈ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷനെ പോയിട്ട് ഈ പോയിൻ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത് നേരെ ഇവിടുത്തെ പ്രൊജക്റ്റ് ചെയ്യുമ്പം ഈ പോയിൻ്റ് ആയിരിക്കും പി ഡബിൾ ഡാഷ്. ഇത് XY X1 Y1. ഇങ്ങനെയാണ് ഓരോ കോർണറിലും പോയിൻ്റ് പ്രൊജക്ഷൻ വരക്കുക. ഒരു പോയിൻ്റ് അതിൻ്റെ ലൊക്കേഷനും അതിൻ്റെ ഫ്രണ്ടിൻ്റെ ടോപ്പും എങ്ങനെ വരുമെന്നാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഫസ്റ്റ് കോർണറിൽ എബോവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി വരുന്നത് എബോവ് എക്സ് വൈ ആണ്, ടോപ്പ് വ്യൂ ബിലോ എക്സ് വൈ ആണ്. സെക്കൻഡിൽ എബോവ് എച്ച് പി ബിഹൈൻഡ് വി പി ഫ്രണ്ടിൽ ടോപ്പ് വ്യൂ എക്സിന് മുകളിലേക്ക് വന്നു. തേർഡിൽ ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി ആണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂ ബിലോ എക്സ് സൈഡ് വന്നു, ടോപ്പ് വ്യൂ എബോവ് എക്സ് വൈ. ഫോർത്തിൽ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ബിലോ എച്ച് പി, അപ്പോൾ ഫ്രണ്ടിൽ ടോപ്പ് വ്യൂ ബിലോ എക്സ് സൈഡ് വന്നു. അടുത്തത് എബോവ് എച്ച് പി ഓൺ വി പി. അപ്പോൾ എബോവ് എച്ച് പി ഓൺ വി പി എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റിലും ആവാം സെക്കൻഡിലും ആവാം. അപ്പോൾ ഫസ്റ്റിലായാലും സെക്കൻഡിലായാലും ഫ്രണ്ട് എവിടെ ഉണ്ടാവുക എബോവ് എക്സ് വൈ ആണ്, ടോപ്പ് വ്യൂ ഓൺ എക്സ് വൈ ആയിരിക്കും, കാരണം വി പിയിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫസ്റ്റിലും സെക്കൻഡിലും ഫ്രണ്ട് എബോവ് എക്സ് വൈ, ടോപ്പ് വ്യൂ ഓൺ എക്സ് വൈ. ഇനി ബിലോ എച്ച് പി ഓൺ വി പി. ബിലോ എച്ച് പി ഓൺ വി പി എന്ന് പറഞ്ഞാൽ തേർഡിലും ആവാം ഫോർത്തിലും ആവാം. അപ്പോൾ ടോപ്പ് വ്യൂ എക്സ് വൈ തന്നെ ഉണ്ടാവും, ഫ്രണ്ട് വ്യൂ ബിലോ എക്സ് വൈ ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട് ബിലോ എക്സ് വൈ, ടോപ്പ് വ്യൂ ഓൺ എക്സ് വൈ. ഇനി ഓൺ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഓൺ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റിലും ആവാം ഫോർത്തിലും ആവാം. അപ്പോൾ ഫസ്റ്റിലും ഫോർത്തിലായാലും ഫ്രണ്ട് വ്യൂ ഓൺ എക്സ് വൈ ആയിരിക്കും, ടോപ്പ് വ്യൂ ബിലോ എക്സ് വൈ ആണ്. ഇനി ഓൺ എച്ച് പി ബിഹൈൻഡ് വി പി. ഓൺ എച്ച് പി ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞാൽ സെക്കൻഡിലാവാം തേർഡിലാവാം. സെക്കൻഡിലായാലും തേർഡിലായാലും ഫ്രണ്ട് വ്യൂ ഓൺ എക്സ് വൈ, ടോപ്പ് വ്യൂ എബോവ് എക്സ് വൈ. ഇനി പ്രോബ്ലംസ് നോക്കാം. പോയിൻ്റ് എ 40 mm എബോവ് എച്ച് പി ആൻഡ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പോൾ എബോവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. അപ്പോൾ എബോവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടറിലാണ് പോയിൻ്റ് ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിലാകുമ്പോൾ ഫ്രണ്ട് വ്യൂ എക്സിൻ്റെ മുകളിലും ടോപ്പ് വ്യൂ എക്സിൻ്റെ താഴെ. അപ്പോൾ അതാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ 40 mm എബോവ് എച്ച് പി ആയതുകൊണ്ട് 40 mm എബോവ് എക്സ് വൈ ആയിട്ട് എ ഡാഷ് അതായത് ഫ്രണ്ട് വ്യൂ വന്നു. 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആയിട്ട് ടോപ്പ് വ്യൂ ഉണ്ടാകുമ്പോൾ ടോപ്പ് വ്യൂ എക്സിന് താഴത്തേക്ക് വന്നു. വരക്ക് നോക്കാം. ആദ്യം എക്സ് വൈ വരച്ചു. 40 mm എബോവ് എച്ച് പി ആയതുകൊണ്ട് ആദ്യം ഒരു തിൻ ലൈൻ വരക്കാം. ആ തിൻ ലൈനിൽ 40 mm എബോവ് എച്ച് പി ആയിട്ട് പോയിന്റ് മാർക്ക് ചെയ്തു.
അതുപോലെ 30 mm ഇൻഫ്രണ്ട് വീപ്പിൽ ഇവിടെയും പോയിന്റ് മാർക്ക്. ഇപ്പോൾ എബോ എച്ച് പി എന്നുള്ളത് എ ആണെങ്കിൽ എ ഡാഷ് കൊടുത്തു, ടോപ്പ് വ്യൂവിൽ എ എന്നും കൊടുത്തു. ഇനി ഇത് ഡയമെൻഷൻ ചെയ്യണം. അപ്പോൾ ഈ എൻഡിൽ നിന്ന് നേരെ എക്സ് വൈക്ക് പാരലായിട്ട് തിൻ ലൈൻ വരച്ചു, ഇവിടുന്ന് എക്സ് വൈക്ക് പാരലായിട്ട് തിൻ വരച്ചു. പിന്നെ ഇതിന് ഈ പ്രൊജക്ട് ലൈനിന് പാരലായിട്ട് വീണ്ടും ഡയമെൻഷൻ ലൈൻ വരച്ചു, ഇവിടുന്ന് എയറോ. അപ്പോൾ എയറോ 1:3 ആണ്. എയറോ വരച്ചു. എന്നിട്ട് ഇതിന് മിഡിലായിട്ട് എബോ ആയിട്ട് 40 ആണെങ്കിൽ 40 എഴുതി 30. അപ്പോൾ പ്രൊജക്ഷൻ കംപ്ലീറ്റ്. ഇവിടെ എച്ച് വേണ്ടത് പോയിൻ്റ് ലെറ്റർ, ബാക്കിയൊക്കെ 2H പെൻസിലാണ് വേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോയിൻ്റ് ബി 40 mm ബിലോ എച്ച് പി ആൻഡ് 30 mm ബിഹൈൻഡ് വി പി. അപ്പോൾ ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി, ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി എന്ന് പറയുമ്പോൾ തേർഡ് ക്വാർട്ടറിൽ ടോപ്പ് വ്യൂ എക്സ് വൈൻ്റെ മുകളിലും ഫ്രണ്ട് എക്സ് വൈൻ്റെ താഴെ. ഇപ്പോൾ 30 mm ബിഹൈൻഡ് വി പി എന്നുള്ളത് 30 mm എക്സ് വൈൻ്റെ മുകളിൽ വരുമ്പോൾ ടോപ്പ് വ്യൂ എക്സ് വൈൻ്റെ മുകളിൽ കിട്ടി. ഇതാണ് ബി എന്ന് പറയുന്നത്. അതുപോലെ ബിലോ എച്ച് പി എന്ന് പറയുമ്പോൾ 40 mm ബിലോ എച്ച് പി ആകുമ്പോൾ 40 mm ബിലോ എക്സ് വൈ കൊണ്ട് ഫ്രണ്ട്. അപ്പോൾ നെയിം ചെയ്തു, ബി ഡാഷും ബിയും കൊടുത്തു. അതുപോലെ ഡയമെൻഷൻ ബിഹൈൻഡ് വി പി ആയതുകൊണ്ട് അത് നേരെ മുകളിലേക്ക് 30 എക്സിന് മുകളിലും ബിലോ എച്ച് പി 40 ആകുമ്പോൾ 40 എക്സിന് താഴത്തേക്കും വന്നു. ഇത് വരച്ച് നോക്കാം. അപ്പോൾ എക്സ് വരച്ചു, ആദ്യം തിൻ ലൈനായിട്ട് പ്രൊജക്ട് ലൈൻ വരച്ചു. ഇതിലേക്ക് 30 mm ബിഹൈൻഡ് വി പി എന്നുള്ളത് 30 mm ഇവിടെ മാർക്ക് ചെയ്തു. അതുപോലെ 40 mm ബിലോ എച്ച് പി എന്നുള്ളത് ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ബിഹൈൻഡ് വി പി എന്നുള്ളത് ബിയും ബിലോ എച്ച് പി ബി ഡാഷും, അതായത് ഫ്രണ്ടിയും കിട്ടി, ടോപ്പിയും കിട്ടി. ഇതിന് എക്സ് വൈ പാരലായിക്കൊണ്ട് തിൻ ലൈൻ വരക്കുന്നു. ആ പ്രൊജക്ട് ലൈനിന് പാരലായിക്കൊണ്ട് ഡയമെൻഷൻ ലൈൻ വരക്കുന്നു. എയറോ കൊടുക്കുക, എയറോ കൊടുത്തു. ഡയമെൻഷൻ ചെയ്തത് ഡയമെൻഷൻ ലൈനും എബോ ആയിട്ട് പ്രിൻ്റർ ലെറ്റർ വെച്ചിട്ട് വേണം എഴുതാൻ. ഇവിടെ 30യും ഇവിടെ 40. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എച്ച് പെൻസിലായിരിക്കണം, ഇത് പോയിൻ്റ് എച്ച് പെൻസിലായിരിക്കണം. നെയിം ചെയ്യുന്ന ഇതും എച്ച് പെൻസിൽ, ബാക്കിയൊക്കെ 2H പെൻസിൽ ചേർക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, പോയിൻ്റ് സി 40 mm എബോ എച്ച് പി ആൻഡ് 30 mm ബിഹൈൻഡ് വി പി. അപ്പോൾ എബോ എച്ച് പി ബിഹൈൻഡ് വി പി ആണെങ്കിൽ അറിയാം സെക്കൻഡ് ക്വാർട്ടറിനാണ്. അപ്പോൾ സെക്കൻഡ് ക്വാർട്ടറിൽ ഫ്രണ്ടിയും ടോപ്പും എക്സ് വൈൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ ബിഹൈൻഡ് വി പിയുടെ ഡിസ്റ്റൻസ് 30 mm ആണ്. അപ്പോൾ ആ ഡിസ്റ്റൻസാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് വ്യൂ 30 mm എബോ എക്സ് വൈ ആയിരിക്കും. 40 mm എബോ എച്ച് പി എന്നുള്ളത് 40 mm എബോ എക്സ് വൈ കൊണ്ട് ഫ്രണ്ട് വ്യൂ വരും. അതാണ് ഫ്രണ്ട് വ്യൂ. സി ഡാഷ് കൊടുത്തു, ടോപ്പ് വ്യൂ സി എന്ന് കൊടുത്തു. ഇത് വരക്കുന്നത് എക്സ് വൈൻ്റെ ഇവിടെ എക്സ് വൈ വരച്ചു. രണ്ടും മുകളായതുകൊണ്ട് തിൻ ലൈനായിട്ട് അത് പ്രൊജക്ട് ലൈൻ വരച്ചു. അപ്പോൾ രണ്ടും ഒരേ സെയിം ലൈനിൽ വരും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ബിഹൈൻഡ് വി പിയുടെ ഡിസ്റ്റൻസ് 30 മാർക്ക് ചെയ്തു. അതുപോലെ എബോ എച്ച് പിയുടെ ഡിസ്റ്റൻസ് എക്സ് വൈ തന്നെ മുകളിലേക്ക് 40 mm മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ പോയിൻ്റ് സി ആയതുകൊണ്ട് സി ഡാഷും ഇവിടെ സിയും കൊടുത്തു. ഇനി ഇവിടുന്ന് ആദ്യം പാരലൈൻ ഡയമെൻഷൻ ഉണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെറുത് ഡയമെൻഷൻ, പിന്നെ അതിൻ്റെ വലുത് ഡയമെൻഷൻ ചെയ്യാം. ഇവിടുന്ന് ഇങ്ങോട്ട് ഡയമെൻഷൻ ലൈൻ വരച്ചു. ഇത് ഡയമെൻഷൻ ലൈനാണ്. ഇവിടെ എയറോ കൊടുക്കുന്നു, ഇവിടെയും എയറോ കൊടുത്തു. ഇത് ആദ്യം 30 മിഡിലായിട്ട് അബോട്ട് എഴുതി, അതുപോലെ മിഡിലായിട്ട് അബോട്ട് 40 mm കൊടുത്തു. സി ഡാഷും സിയും കിട്ടി. അടുത്ത പോയിൻ്റ് ഡി 40 mm ബിലോ എച്ച് പി ആൻഡ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പം ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആകുമ്പോൾ ഫോർത്ത് ക്വാർട്ടറിൽ ഫ്രണ്ടിയും ടോപ്പിയും എക്സ് വൈൻ്റെ താഴത്തേക്ക് വരും. ഇപ്പോൾ 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നുള്ള ഡിസ്റ്റൻസ് ടോപ്പിലാണ് കിട്ടുക. അപ്പോൾ എക്സ് വൈന് താഴത്തേക്ക് 30 mm എടുത്തുമ്പോൾ ഡി കിട്ടി. അതുപോലെ 40 mm ബിലോ എച്ച് പി, എച്ച് പിയുടെ ഡിസ്റ്റൻസ് ഫ്രണ്ടിൽ കിട്ടും. അപ്പോൾ എക്സ് വൈന് താഴത്തേക്ക് 40 വരച്ച് ഇവിടെ ഡി ഡാഷും കിട്ടി. വരക്കുന്നത് എക്സ് വൈ ആദ്യം വരക്കുക. എക്സ് വൈ പർപ്പിളായിട്ട് പ്രൊജക്ട് ലൈൻ വരച്ചു. അതിലേക്ക് ആദ്യം 40 mm മാർക്ക് ചെയ്തു, അതായത് ബിലോ എച്ച് പി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡി ഡാഷ് കിട്ടി. അതുപോലെ 30 mm ഇൻ ഫ്രണ്ട് വി പി എന്നുള്ളത് ആ വി പി ഡിസ്റ്റൻസ് ഇവിടെ 30 മാർക്ക് ചെയ്തപ്പോൾ ഡിയും കിട്ടി. അപ്പം ഡയമെൻഷൻ ചെയ്യുന്നു. പാരൽ ഡയമെൻഷനാണ്. ചെറുത് ആദ്യം ഡയമെൻഷൻ ചെയ്യുന്നു.
ഇവിടെ ഏറോ കൊടുത്തു, ഇവിടെ 30, അതുപോലെ അടുത്ത് ഇവിടെ രണ്ട് സൈഡിൽ ഏറോ കൊടുത്തു, 40 മാർക്ക് ചെയ്തു. അപ്പോൾ ഡി ഡാഷും ഡി കിട്ടി. 4 കൗണ്ടിൽ ഇങ്ങനെയാണ് പ്രൊജക്ഷൻ വരുന്നത്. അടുത്തത് പോയിന്റ് ഇ ഈസ് ഇൻ എച്ച് പി ആൻഡ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പോൾ എച്ച് പിയിലും ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുന്നത്. അപ്പോൾ എച്ച് പിയിലും ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ ഫസ്റ്റിലും ഫോർത്തിലും വരാം. അപ്പോൾ ഫസ്റ്റിലായാലും ഫോർത്തിലായാലും ടോപ്പ് വ്യൂ എക്സ് വൈന് താഴെയാണ്. പിന്നെ എച്ച് പി ആയതുകൊണ്ട് ഫ്രണ്ട് എപ്പോഴും എക്സ് വൈയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഫ്രണ്ട് എക്സ് വൈയിലും ടോപ്പ് വ്യൂ ബിലോ എക്സ് വൈഡും വന്നു. അതാണ് ഫ്രണ്ട് എക്സ് വൈയിൽ നിന്നപ്പോൾ ഇ ഡാഷ് കൊടുത്തു, ടോപ്പ് വ്യൂ ഈ മാത്രം കൊടുത്തു. പ്രൊജക്ട് ലൈൻ 2H പെൻസിൽ വെച്ച് വരച്ചു. ഇതും 2H പെൻസിലാണ്. അപ്പോൾ എക്സ് വൈക്ക് പാരലായിട്ട് ഡയമെൻഷൻ ലൈൻ വരച്ചു, എന്നിട്ട് ഡയമെൻഷൻ ചെയ്തു. അതാണ് 30 എഴുതിയിരിക്കുന്നത്. എങ്ങനെ വരക്കാൻ നോക്കാം. ആദ്യം എക്സ് വൈ വരച്ചു. ഇപ്പോൾ 30 mm ഇൻ ഫ്രണ്ട് വി പി ആയതുകൊണ്ട് താഴത്ത് വരണം. അപ്പോൾ ആദ്യം പ്രൊജക്ട് ലൈൻ വരച്ചു, അതിലേക്ക് 30 mm മാർക്ക് ചെയ്തു. പോയിന്റ് ഇ ആയതുകൊണ്ട് ഫ്രണ്ട് എപ്പോഴും എക്സ് വൈയിലാണ്. അപ്പോൾ ഇ ഡാഷ് ഇവിടെ ഇ കിട്ടി. ഈ എൻഡിലെ കൂടി പ്രൊജക്ട് ലൈൻ വരച്ചു, അത് എക്സ് വൈക്ക് പാരലായിരിക്കണം. അതുപോലെ ഈ പ്രൊജക്ട് ലൈനിന് പാരലായിക്കൊണ്ട് ഡയമെൻഷൻ ലൈൻ വരക്കുന്നു. രണ്ട് എൻഡ് ആരോ കൊടുത്തു, എന്നിട്ട് ഡയമെൻഷൻ 30 എഴുതി. ഇതാണ് ഈ പോയിൻ്റ് ആൻസർ. ഇപ്പോൾ എക്സ് വൈയും കൂടി എഴുതിയാലേ പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അടുത്ത പോയിന്റ് എഫ് ഈസ് ഇൻ എച്ച് പി ആൻഡ് 30 mm ബിഹൈൻഡ് വി പി. ഇപ്പോൾ ഇൻ എച്ച് പി ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാർട്ടറിലും വരാം, തേർഡ് ക്വാർട്ടറിലും വരാം. അപ്പോൾ എച്ച് പിയിലായതുകൊണ്ട് ഫ്രണ്ട് എപ്പോഴും എക്സ് വൈയിലായിരിക്കും. ഇപ്പോൾ ബിഹൈൻഡ് വി പി എന്നുള്ളത് അതിന് ടോപ്പ് വ്യൂ എച്ച് പിയിലാണ് വരിക. അത് മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ടോപ്പ് വ്യൂ എക്സ് വൈൻ്റെ മുകളിലേക്ക് വരും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ടോപ്പ് വ്യൂ എക്സ് വൈന് മുകളിലും ഫ്രണ്ട് എക്സ് വൈയിലും. ആ 30 mm 30 mm കൂടെ ഡയമെൻഷൻ ചെയ്തു. ഇത് വരക്കുക. എക്സ് വൈ വരച്ചു. എക്സ് വൈക്ക് പെർപെൻഡിക്കുലറായിട്ട് പ്രൊജക്ട് ലൈൻ വരക്കുക, അതിലേക്ക് 30 mm മാർക്ക് ചെയ്യാം. ഡി എൻഡിലൂടെ എക്സ് വൈക്ക് പാരലായിട്ട് ലൈൻ വരച്ചു. കൂടുന്നു. പ്രൊജക്ട് ലൈനിന് പാരലായിട്ട് ഡയമെൻഷൻ ലൈൻ വരക്കുന്നു, എയറോ കൊടുക്കുന്നു. ഇതിന് മിഡിലായിട്ട് എബോ ആയിട്ട് 30 mm എഴുതി. നെയിം ചെയ്യുമ്പോൾ എഫ് ആയതുകൊണ്ട് ടോപ്പ് എഫും ഇവിടെ എഫ് ഡാഷും കൊടുത്തു. ഇതാണ് ഇതിൻ്റെ പ്രൊജക്ഷൻ. അടുത്ത പോയിന്റ് ജി ഈസ് ഇൻ വി പി 30 mm എബോ എച്ച് പി. അപ്പം വി പി എബോ എച്ച് പി. ഇപ്പോൾ വി പി എബോ എച്ച് പി എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലും സെക്കൻഡ് ക്വാർട്ടറിലും വരാം. അപ്പോൾ വി പിയിലായതുകൊണ്ട് ടോപ്പ് എക്സ് വൈയിലും ഫ്രണ്ട് എക്സ് വൈൻ്റെ മുകളിലും വരും. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് എബോ എച്ച് പി ആണോ അത്ര ഡിസ്റ്റൻസ് എബോ എക്സ് വൈ കൊണ്ട് ഫ്രണ്ട് വരും. അതാണ് ജി എന്ന് പറയുന്നത് 30 mm എബോ എക്സ് വൈ കൊണ്ട് ഫ്രണ്ട് കിട്ടിയത്. അപ്പോൾ ടോപ്പ് വ്യൂ ഓൺ എക്സ് വൈ ആണ്. ഇനി വരക്കുമ്പോൾ ആദ്യം എക്സ് വൈ വരക്കുക. എക്സ് വൈ പെർപെൻഡിക്കുലറായിട്ട് പ്രൊജക്ട് ലൈൻ വരച്ചു, അതിലേക്ക് 30 mm മാർക്ക് ചെയ്തു. ഫ്രണ്ട് ആയതുകൊണ്ട് ഇവിടെ ജി ഡാഷ് കൊടുത്തു, ഇവിടെ ജി എന്നും കൊടുത്തു. ഇനി ഇവിടുന്ന് എക്സ് വൈക്ക് പാരലായിക്കൊണ്ട് ലൈൻ വരച്ചു. വീണ്ടും ഇതിന് പാരലായിക്കൊണ്ട് ഡയമെൻഷൻ ലൈൻ വരക്കുക. രണ്ട് എൻഡ് ആരോ കൊടുത്തു. ആരോ ഇതിന് പാരലായിക്കൊണ്ട് 30 mm 30 mm എഴുതും. ഈ ആരോ വേണം ഡാർക്ക് ചെയ്യാം. അതൊക്കെ ആ 3 ടൈപ്പ് ആരോ ആണ്, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓപ്പൺ ആരോ, മറ്റൊന്ന് ക്ലോസ്ഡ് ആരോ, മറ്റൊന്ന് ക്ലോസ്ഡ് ആരോ വിത്ത് ഡാർക്ക്. അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആരോ ചൂസ് ചെയ്യാം. അടുത്ത പോയിന്റ് എച്ച് ഈസ് ഇൻ വി പി ആൻഡ് 30 mm ബിലോ എച്ച് പി. അപ്പോൾ ഇൻ വി പി ബിലോ എച്ച് പി എന്ന് പറഞ്ഞാൽ തേർഡിലും വരാം, ഫോർത്തിലും വരാം. അപ്പോൾ ബിലോ എച്ച് പി ആയതുകൊണ്ട് ആ 30 mm ബിലോ എക്സ് വൈ ആയിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട് വ്യൂ എക്സിന് താഴത്തേക്കും ടോപ്പ് വ്യൂ ഓൺ എക്സ് വൈ ആയിട്ടും വന്നു. അതാണ് എക്സ് വൈക്ക് പാരലായിട്ട് ഡയമെൻഷൻ ലൈൻ വരക്കുക. 30 എഴുതി. ഇവിടെ ബിലോ എക്സ് വൈ ആയിട്ട് ഫ്രണ്ട് വ്യൂ ഓൺ എക്സ് വൈ ആയിട്ട് ടോപ്പ്. ഇനി ഇത് വരക്കുന്നത് ആദ്യം എക്സ് വരച്ചു, എഫ് ഐക്ക് പെർപെൻഡിക്കുലർ ലൈൻ വരക്കുന്നു. ഇതിലേക്ക് 30 mm മാർക്ക് ചെയ്തു. ഇവിടെ എച്ച് ഡാഷ്, ഇവിടെ സ്മോൾ എച്ച് ലൈൻ വരച്ചു. പാരലായിട്ട് പ്രൊജക്ട് ലൈൻ പാരലായിട്ട് ഡയമെൻഷൻ ലൈൻ വരച്ചു, എയറോ കൊടുക്കുന്നു. ഇവിടെ എക്സ് വൈ എഴുതി. 30 mm ആണെങ്കിൽ ഇവിടെ 30 mm എഴുതി വരക്കാം. അടുത്തത് പോയിന്റ് പി ഈസ് ഇൻ ബോത്ത് എച്ച് പി ആൻഡ് വി പി. നമുക്കറിയാം എക്സ് വൈ എന്ന് പറയുന്നത്
എച്ച് പിയും വി പിയും കൂടി കോയിൻസൈഡ് ചെയ്യുന്ന ലൈനാണ്. അപ്പോൾ ആ ലൈനിലാണ് പോയിൻ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്രണ്ടും ടോപ്പും എക്സ് വൈ തന്നെ വരും. അതാണ് പിയും പി ഡാഷും കൊടുത്തിരുന്നത്. അപ്പോൾ എക്സിൻ്റെ മുകളിലാണ് ഫ്രണ്ട്. നമുക്ക് മനസ്സിലായ 3 കാര്യങ്ങൾ. ഒന്ന്, ഓൺ എച്ച് പി ആണെങ്കിൽ എപ്പോഴും ഫ്രണ്ട് വ്യൂ എക്സ് വൈയിലായിരിക്കും. അതുപോലെ വി പിയിലായിരിക്കും എപ്പം ടോപ്പ് വ്യൂ എക്സ് വൈയിലായിരിക്കും. അതുപോലെ എച്ച് പിയിൽ വി പിയിലാണെങ്കിൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എക്സ് വൈയിലായിരിക്കും. അങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. പോയിൻ്റ് ക്യൂ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എച്ച് പി ആൻഡ് 20 mm ഫ്രം ദ വി പി. ഡ്രോ ഓൾ പോസിബിൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് ദ പോയിന്റ്. അതായത് എച്ച് പിയിലും വി പിയിലെ 20 mm ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് ഫ്രം വി പി. അത് ബിഹൈൻഡ് വി പി ആണോ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണോ പറയുന്നില്ല. അപ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണെങ്കിൽ നമുക്കറിയാം ടോപ്പ് വ്യൂ ബിലോ എക്സ് വൈ ആണ്. അതുപോലെ ബിഹൈൻഡ് വി പി ആണെങ്കിൽ ടോപ്പ് വ്യൂ എബോ എക്സ് വൈ ആണ്. അപ്പോൾ ഫസ്റ്റിൽ വരച്ചിരിക്കുന്നത് ബിഹൈൻഡ് വി പി ആണ്. ബിഹൈൻഡ് വി പി ടോപ്പ് വ്യൂ എബോ എക്സ് ആയിട്ട് വരും. അപ്പോൾ 20 mm ബിഹൈൻഡ് വി പിയുടെ അസ്യൂം ചെയ്യുമ്പോൾ ടോപ്പ് വ്യൂ എബോ എക്സ് ആയിട്ട് വന്നു, ഫ്രണ്ട് വ്യൂ ഓൺ എക്സ് ആയിട്ട് വന്നു. ഇനി 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണെങ്കിൽ നമുക്കറിയാം ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ് ടോപ്പ് വ്യൂ ബിലോ എക്സ് വൈ ആയിരിക്കും. അതുകൊണ്ട് ടോപ്പ് വ്യൂ എക്സ് വൈ താഴത്ത് വരച്ചു, ഫ്രണ്ട് ഓൺ എക്സ് ആയിട്ട് വരച്ചു. അടുത്ത് പോയിന്റ് ആർ ഈസ് ഇൻ കണ്ടെയ്ൻ ഇൻ വി പി ആൻഡ് 20 mm ഫ്രം ദ എച്ച് പി. ഡ്രോ ഓൾ പോസിബിൾ ഓർത്തോഗ്രാഫിക് പൊസിഷൻ ഓഫ് ദ പോയിന്റ്. അതായത് ആർ ഈസ് ഇൻ വി പി, വി പിയിലുള്ളത്. അപ്പോൾ 20 mm ഫ്രം എച്ച് പി. അപ്പോൾ എച്ച് പിൻ്റെ മുകളിലാണോ എച്ച് പിൻ്റെ താഴെയൊന്നും വ്യക്തിയുടെ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കറിയാം എബോ എച്ച് പി ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ എബോ എക്സ് ആയിട്ട് വരും. ബിലോ എച്ച് പി ആകുമ്പോൾ ഫ്രണ്ട് വ്യൂ ബിലോ എക്സ് ആയിട്ട് വരും. അപ്പോൾ ഇതിൽ 20 mm ബിലോ എച്ച് പി ആണെങ്കിൽ 20 mm ബിലോ എക്സ് വൈ കണ്ട് ഫ്രണ്ട് വരും. അതാണ് ആർ ഡാഷ് ബിലോ എക്സ് ആയിട്ട് വരുന്നത്. ഇനി എബോ എച്ച് പി ആണെങ്കിൽ ആർ ഡാഷ് 20 mm എബോ ആയിട്ട് വരും. എ പോയിന്റ് പി ഈസ് 40 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി, 50 mm എബോ എച്ച് പി ആൻഡ് 60 mm ബിഹൈൻഡ് റൈറ്റ് പ്രൊഫൈൽ പ്ലെയിൻ. ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ. അതായത് ഇതിൻ്റെ 3 റെഫറൻസ് പ്ലെയിനിലെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എച്ച് പിന് വി പിന് പി പി തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിന് 3 വ്യൂവും കൂടി വരക്കണം. അപ്പോൾ ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിയും ടോപ്പിയും സൈഡും കൂടി വരക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എച്ച് പിയിലെ ഡിസ്റ്റൻസ് 50ഉം വി പിയിലെ ഡിസ്റ്റൻസ് 40ഉം പി പിയിലെ ഡിസ്റ്റൻസ് 60 ആണ്. അപ്പോൾ ആദ്യം എക്സ് വൈയും വരക്കുക, എക്സ് വൈ കൊണ്ട് വരക്കുക. അപ്പോൾ ബിഹൈൻഡ് റൈറ്റ് പി പി ആയതുകൊണ്ട് ആ രണ്ടാമത്തെ റെഫറൻസ് അതായത് x1 y1 എന്ന് ആ x1 y1 എന്ന് പറയുന്നത് വി പിയും പി പിയും മീറ്റ് ചെയ്യുന്ന ലൈനാണ്. അപ്പോൾ അവിടുന്ന് 60 mm ലെഫ്റ്റിലേക്ക് മാർക്ക് ചെയ്യുക. കാരണം ബിഹൈൻഡ് റൈറ്റ് പി പി ആയതുകൊണ്ട് അവിടുന്ന് 60 mm ഇതാണ് ഈ ലെഫ്റ്റിലേക്ക് മാർക്ക് ചെയ്തു. ആ ലെഫ്റ്റിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതാണ് പോയിന്റ്. ഇവിടുന്ന് എക്സ് വൈക്ക് പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരക്കുക. ആ പെർപെൻഡിക്കുലർ ലൈനിലേക്ക് എബോ എച്ച് പി ആയിട്ടുള്ള 50 mm മാർക്ക് ചെയ്യുന്നു, 40 mm മാർക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് 50 mm എബോ എച്ച് പി ആകുമ്പോൾ 50 mm എബോ എക്സോട് വരച്ചത് ഫ്രണ്ടിയും 40 mm ബിലോ എക്സോട് വരച്ചത് ടോപ്പിയും. ഇനി ഇവിടെ സൈഡ് വരക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്രണ്ട് ഒന്ന് സെയിം ലൈനിലാണ്, നമുക്കറിയാം ഫ്രണ്ടിന് സെയിം ലൈനിലാണ് എപ്പോഴും സൈഡ് വിടേണ്ടത്. അപ്പോൾ ഈ ഫ്രണ്ട് ഒന്ന് സെയിം ലൈൻ ഇങ്ങനെ വരച്ചു. ആ ലൈൻ പി ഇതിങ്ങനെ വരച്ചു. അതുപോലെ ഇവിടുന്ന് ഈ ടോപ്പിയും എക്സ് വൈയിലേക്ക് വരച്ചിട്ട് ഈ ലൈൻ എഫിൻ്റെ സെക്ഷനെ പോയിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്തു നേരെ മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യൽ ഈ 2 ലൈൻ കൂടി മീറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റാണ് സൈഡ്. അതാണ് പി ഡബിൾ ഡാഷ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വരച്ചതിന് ശേഷം നീറ്റായിട്ട് ഡയമെൻഷൻ ചെയ്യാം. ഇത് വരച്ച് കാണിച്ചു തരാം. ആദ്യം എക്സ് വൈ വരക്കുക. എക്സ് വൈ പെർപെൻഡിക്കുലറായിട്ട് x1 y1 കൂടി വരച്ചു. എന്നതിന് ശേഷം ഇവിടുന്ന് ബിഹൈൻഡ് റൈറ്റ് പി പി എന്നുള്ളത് ആ ഡിസ്റ്റൻസ് 60 ആണ്. ആ 60 ഇവിടുന്ന് ഈ പോയിന്റിലേക്ക് മാർക്ക് ചെയ്തു. ഈ x1 y1 പാരലായിക്കൊണ്ട് ഈ പോയിന്റിലൂടെ പർപ്പിൾ ലൈൻ വരച്ചു. അതായത് ഈ ലൈൻ എക്സ് വൈക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി എബോ എച്ച് പി ഡിസ്റ്റൻസ് 50 ആണ്. അപ്പോൾ ഇവിടുന്ന് എക്സ് വൈക്ക് മുകളിലേക്ക് 50 mm എടുത്തിട്ട് പോയിന്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റ് ആയിരിക്കും ഫ്രണ്ട് വ്യൂ പി ഡാഷ്. അതുപോലെ 40 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. ആ ഡിസ്റ്റൻസ് ബിലോ എക്സ് വൈ ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തു. ആ പോയിന്റ് ടോപ്പ് വ്യൂ പി എന്ന്.
ഇനി സൈഡ് വരക്കണം. അപ്പോൾ സൈഡ് വരക്കാൻ വേണ്ടി നമുക്കറിയാം ഫ്രണ്ട് വ്യൂവിൻ്റെ സെയിം ലൈനിലാണ് സൈഡ് വ്യൂ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ പി ഡാഷിൽ നിന്ന് എക്സ് വൈക്ക് പാരലായിക്കൊണ്ട് തീൻ ലൈൻ വരച്ചു. അതുപോലെ പിയിൽ നിന്ന് എക്സ് വൈക്ക് പാരലായിക്കൊണ്ട് എക്സ് വൈ വണ്ണിലേക്ക് തീൻ ലൈൻ വരക്കാം. അപ്പോൾ ഈ എക്സ് വൈയും എക്സ് വൺ വൈ വണ്ണും കൂടി മീറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റാണ് ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ അബൌട്ടായിട്ട് ഈ ഡിസ്റ്റൻസ്, അപ്പോൾ ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഈ ഡിസ്റ്റൻസ് നേരെ ഇവിടെ റൊട്ടേറ്റ് ചെയ്തു, എന്നിട്ട് പെർപെൻഡിക്കുലറായിട്ട് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ നേരത്തെ പി ഡാഷ് എന്ന് വരച്ച ലൈനിലേക്ക് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണോ അതായിരിക്കും സൈഡിൻ്റെ പോയിൻ്റ്. അതിനെ പി ഡബിൾ ഡാഷ് എന്ന് മാർക്ക് ചെയ്യാം. ഈ ഡിസ്റ്റൻസിനെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയാം. ഈ ഡിസ്റ്റൻസിനെ എന്നിട്ട് നീറ്റായിട്ട് ആ ഡയമെൻഷൻ പ്രൊസീജിയർ പ്രകാരം ഇത് ഡയമെൻഷൻ ചെയ്താൽ ഫിഗർ കംപ്ലീറ്റ് ആയി. പോയിന്റ് പി ഈസ് 40 mm above HP, 55 mm behind VP and 30 mm behind right profile plane. Draw the three principal view of the point. ഇതിൻ്റെ അകത്തും 3 റഫറൻസ് പ്ലെയിൻ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഡ്രോ ദ പ്രിൻസിപ്പൽ വ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും സൈഡും കൂടി വരക്കണം. അപ്പോൾ ഇതിനകത്ത് നേരത്തെ പോലെ തന്നെ ബിഹൈൻഡ് ഐ പി പി എന്നുള്ള ഡിസ്റ്റൻസ് 30 ആണ്. അപ്പോൾ 30 mm X1 Y1 ലെഫ്റ്റിലേക്ക് മാർക്ക് ചെയ്യാം. ഇവിടുന്ന് 30 mm മാർക്ക് ചെയ്തു. ആ പോയിൻറ്റിലൂടെ എക്സ് വൈക്ക് പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരച്ചു. അപ്പോൾ സെക്കൻഡ് കോർണർ ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് കോർണറിൽ ഫ്രണ്ട് ടോപ്പും എക്സ് വൈൻ്റെ മുകളിലാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് 40 mm എബോ HP ആണ്. അപ്പോൾ എക്സ് വൈക്ക് പെർപെൻഡിക്കുലർ വരച്ച ലൈനിലേക്ക് 40 mm ആദ്യം മാർക്ക് ചെയ്തിട്ട് അവിടെ പി ഡാഷ് മാർക്ക് ചെയ്തു. ഇനി ആ സെയിം ലൈനിൽ തന്നെ 55 mm ബിഹൈൻഡ് വി പി ആണ്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നേരെ മുകളിലേക്ക് പോയി ആ 55 കൂടെ മാർക്ക് ചെയ്തപ്പോൾ ടോപ്പ് വ്യൂ. അപ്പോൾ ഫ്രണ്ടിൻ്റെ സെയിം ലൈനിൽ തന്നെ സൈഡ് വരുന്നതുകൊണ്ട് പി ഡാഷിലേക്ക് കൂടി തിൻ ലൈൻ വരച്ചു. ആ ലൈനിലേക്ക് ടോപ്പ് വ്യൂ ഇവിടെ പ്രൊവൈഡ് ചെയ്തു, അവിടുന്ന് റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ഈ രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റാണ് പി ഡബിൾ ഡാഷ്. എന്നിട്ട് ഇവിടെ പ്രൊജക്ട് ലൈൻ വരച്ചു. അതാണ് സെക്കൻഡ് മോഡൽ ഫ്രണ്ട് ടോപ്പ് വ്യൂ സൈഡ്. വരച്ച് കാണിച്ചുതരാം. ആദ്യം എക്സ് വരച്ചു, X1 Y1 വരക്കുന്നു. പ്രൊഫൈൽ പ്ലെയിൻ ഡിസ്റ്റൻസ് 30 mm മാർക്ക് ചെയ്തു. 30 mm കൂടി ഇതിന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. അതിൽ എബോ HP എന്നുള്ള ഡിസ്റ്റൻസ് 40 ആണ്. 40 ആദ്യം മാർക്ക് ചെയ്തു. ഇവിടെ പി ഡാഷ് കിട്ടി. 55 ബിഹൈൻഡ് വി പി എന്നുള്ള 55 ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ പിയും കിട്ടി. അവിടുന്ന് പിയിലേക്ക് കൂടി പി ഡാഷിലേക്ക് കൂടി തിൻ ലൈൻ വരച്ചു. അതുപോലെ പിയിലേക്ക് കൂടിയും വരച്ചു. ഈ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ കൂട്ടി ഈ ഡിസ്റ്റൻസ് ഇവിടെ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ പി ഡാഷിലൂടെ വരച്ച ലൈൻ മീറ്റ് ചെയ്യുമ്പോൾ പി ഡബിൾ ഡാഷ് ഇട്ട്. ഇതാണ് സൈഡ്. ഇത് പ്രൊജക്ട് ലൈനായി. എന്നിട്ട് നീറ്റായിട്ട് പാര ഡയമെൻഷൻ വെച്ചിട്ട് ഡയമെൻഷൻ ചെയ്തു. Draw the three views of a point P lying 60 mm behind VP, 50 mm below HP and 30 mm in front of left profile plane. അപ്പോൾ ബിലോ HP ബിഹൈൻഡ് VP എന്ന് പറയുമ്പോൾ തേർഡ് ക്വാഡ്രൻ്റാണ്. അതുപോലെ PPൻ്റെ കണ്ടീഷൻ തന്നുകൊണ്ട് 3 വ്യൂസ് വരക്കണം. ആദ്യം XY വരക്കുക. XYക്ക് പെർപെൻഡിക്കുലറായിട്ട് X1 Y1 വരക്കുക. അതിന് ശേഷം പ്രൊഫൈൽ പ്ലെയിൻ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യണം. അപ്പോൾ 30 mm ഇൻഫ്രണ്ട് ഓഫ് ലെഫ്റ്റ് പ്രൊഫൈൽ പ്ലെയിനാണ്. അപ്പോൾ ഇതാണ് ഈ ലൈനാണ് പ്രൊഫൈൽ പ്ലെയിനും വി പി മീറ്റ് ചെയ്യുന്ന ലൈൻ, അതായത് X1 Y1. അവിടുന്ന് 30 mm ഇൻഫ്രണ്ട് ആണ്. അപ്പോൾ ഇവിടുന്ന് 30 mm ഇൻഫ്രണ്ടായിട്ട് പോയിൻ്റ് മാർക്ക് ചെയ്യും. അതായത് ഈ പോയിൻ്റ് മാർക്ക് ചെയ്യും. ഈ പോയിൻ്റിലൂടെ XYക്ക് പെർപെൻഡിക്കുലറായിട്ട് തിൻ ലൈൻ വരച്ചു. ആ തിൻ ലൈനിലേക്ക് 60 mm ബിഹൈൻഡ് വി പി മാർക്ക് ചെയ്യാം. അപ്പോൾ XYന്ന് മുകളിലേക്ക് 60 mm മാർക്ക് ചെയ്തു. ആ പോയിൻ്റാണ് ടോപ്പിൻ്റെ പി എന്ന് കിട്ടും. അതുപോലെ 50 mm ബിലോ HP സെയിം ലൈനിൽ ഇവിടുത്തെ XYന്ന് താഴത്തേക്ക് 50 mm മാർക്ക് ചെയ്ത് അവിടെ ഫ്രണ്ട് പി ഡാഷും കിട്ടി. അപ്പോൾ ഫ്രണ്ടിൻ്റെ സെയിം ലൈനിൽ സൈഡ് കിട്ടുന്നതുകൊണ്ട് ഇപ്പം ഫ്രണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിനാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് കിട്ടുക.
അപ്പോൾ ഇവിടുന്ന് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് തിൻ ലൈൻ വരച്ചു. അതുപോലെ ടോപ്പിയും ലെഫ്റ്റിലേക്ക് വരച്ചു. ഇവിടെ മീറ്റ് ചെയ്തു. ഇനി X1Y1, അതായത് ഈ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷനെ പോയിട്ട് ഈ ഡിസ്റ്റൻസ് ഇവിടെ റൊട്ടേറ്റ് ചെയ്തു, നേരെ താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഈ മീറ്റിൻ്റെ പോയിൻ്റ് നമ്മൾ ജോയിൻ ചെയ്താൽ കിട്ടുന്നതാണ് സൈഡ് P'. ഇനി എങ്ങനെ വരക്കുമെന്ന് വ്യക്തമായി പറഞ്ഞുതരാം. ആദ്യം XY, X1Y1 ഇവിടുന്ന് 30 മാർക്ക് ചെയ്തു. ഈ പോയിൻ്റിലൂടെ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. 60 mm ബിഹൈൻഡ് VP ആണ് മുകളിലേക്ക്, അതായത് ടോപ്പ് 60 mm എടുത്തു. അപ്പോൾ P കിട്ടി. അതുപോലെ ഇവിടുന്ന് 50 mm ബിലോ XY ആയിട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ അവിടെ ഫ്രണ്ടിലും കിട്ടി, P' കിട്ടി. ഇനി ഇവിടുന്ന് തിൻ ലൈൻ വരച്ചു. ഇവിടുന്ന് തിൻ ലൈൻ ടോപ്പ് ഇവിടെ വരെ പ്രൊജക്റ്റ് ചെയ്തു. ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ പോയിട്ട് ഈ ലെങ്ത്ത് ഇവിടെ വരെ റൊട്ടേറ്റ് ചെയ്തു, നേരെ താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തു. അതായത് ഈ ലൈനും കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ഈ മീറ്റിംഗ് പോയിൻ്റാണ് P' സൈഡ്. എന്നിട്ട് ഇത് നീറ്റായിട്ട് പിന്നെ ഡയമെൻഷൻ പ്രൊസീജിയർ വരാം. ഡയമെൻഷൻ ചെയ്താൽ ഈ ഫിഗർ കംപ്ലീറ്റ് ആയി. Draw the 3 views of a point P lying 50 mm below HP, 60 mm in front of VP and 30 mm behind the right profile plane. അപ്പം ബിലോ HP ഇൻ ഫ്രണ്ട് ഓഫ് VP ആകുമ്പോൾ ഫോർത്ത് കോർണറാണ്. ഫോർത്ത് കോർണറിൽ ഫ്രണ്ടിൽ ടോപ്പിയും സൈഡും എല്ലാം XYൻ്റെ താഴത്ത് വരും. അപ്പോൾ ആദ്യം XY വരക്കാം. XY വരച്ചു. പിന്നെ അതിന് പെർപെൻഡിക്കുലറായിട്ട് X1Y1 വരച്ചു. ഇതിനകത്ത് ബിഹൈൻഡ് റൈറ്റ് VP ആയതുകൊണ്ട് ഈ X1Y1 ലെഫ്റ്റിലേക്ക് 30 മാർക്ക് ചെയ്യുക. 30 mm ബിഹൈൻഡ് റൈറ്റ് VP ആണ്. അപ്പോൾ 30 മാർക്ക് ചെയ്തു. ആ പോയിൻറ്റിലൂടെ XYക്ക് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ആ ലൈനിലേക്കാണ് ബിലോ HPൻ്റെയും ഇൻ ഫ്രണ്ട് VP ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബിലോ HP 50 mm ആയതുകൊണ്ട് 50 mm ഇവിടെ മാർക്ക് ചെയ്തു. 50 mm മാർക്ക് ചെയ്തു. അതുപോലെ 60 mm ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ 50 mm ബിലോ HP ആകുമ്പോഴും അവിടെ P' കിട്ടി. ഇൻ ഫ്രണ്ട് VP ഡിസ്റ്റൻസ് ടോപ്പ് ആണ്, അവിടെ P കിട്ടി. ഇനി ഇതിലെ കൂടി P' കൂടി തിൻ ലൈൻ വരച്ചു. അതുപോലെ Pന്ന് X1Y1 വരച്ചു. ഈ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷനെ പോയിട്ട് ഈ ലെങ്ത്ത് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നു. രണ്ടുകൂടി മീറ്റിംഗ് പോയിൻ്റ് ഇതാണ് സൈഡ് P'. ഇവിടുന്ന് ഇവിടത്തേക്ക് പ്രൊജക്ഷൻ ലൈൻ ഉണ്ട്. എന്നിട്ട് വരച്ച് കാണിച്ചു തരാം. ആദ്യം XY വരച്ചു. X1Y1 വരക്കുന്നു. XY, X1Y1. ഇനി 30 mm ബിഹൈൻഡ് VP എന്നുള്ളത് ഇവിടുന്ന് ഇങ്ങോട്ട് 30 mm മാർക്ക് ചെയ്യുന്നു. ആ പോയിൻറ്റിലൂടെ XY പെർപെൻഡിക്കുലർ ലൈൻ വരക്കുന്നു. അതിലേക്ക് ബിലോ HPൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് 50 മാർക്ക് ചെയ്യുന്നു. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇൻ ഫ്രണ്ട് VPയിലെ 60 മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ P' ഇവിടെ Pയും കിട്ടി. ഈ Pന്ന് XY പാരലൽ ലൈൻ വരച്ചു. അതുപോലെ ഇവിടുന്ന് XY പാരലൽ ലൈൻ വരച്ചു. ഈ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ പോയിട്ട് ഈ ഡിസ്റ്റൻസ് ഇവിടെ വരെ റൊട്ടേറ്റ് ചെയ്തു. നേരെ ഈ പോയിൻ്റ് ആയിരിക്കും P' സൈഡ് കിട്ടി. ഇതുകൊണ്ട് ഇവിടെ വരെ പ്രൊജക്റ്റ് ചെയ്തിട്ട് നീറ്റായിട്ട് ഡയമെൻഷൻ ചെയ്യാം.